ഇത് കണ്ടോ, ഈ ചേമ്പിൻ്റെ പേരാണ് മക്കളപ്പൊറ്റിച്ചേമ്പ്. കണ്ടില്ലേ, മക്കളപ്പൊറ്റിച്ചേമ്പ്. ഇതിനിങ്ങനെ പേരിടാൻ കാരണം തന്നെ ഇത് ഒരു ചോട് പറിച്ചാൽ ഇഷ്ടം പോലെ കിഴങ്ങുണ്ടാവും. പണ്ടത്തെ കാലത്ത്, ദാരിദ്ര്യ കാലത്തൊക്കെ ഈ ചേമ്പും കപ്പ, ചേന, കാച്ചിൽ എല്ലാം ഇട്ടിട്ട് പുഴുങ്ങും, ഒരു പുഴുക്കാക്കും. അപ്പം ദാരിദ്ര്യമുള്ള കാലത്ത് ഇതൊക്കെ പുഴുങ്ങിയാൽ, തിരുവാതിര പുഴുക്ക് പോലെ ആക്കിയാൽ എല്ലാവർക്കും വയറ് നിറച്ചും കഴിക്കാനുണ്ടാവും. ജീരകവും തേങ്ങയും കാന്താരിയും മഞ്ഞളും ഒക്കെ ഒതുക്കി ചേർത്തിട്ടിട്ട് പുഴുങ്ങിയാൽ നല്ല അടിപൊളി പുഴുക്കായിരിക്കും. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ നെയ്മത്തിയൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് അങ്ങനെ ഒന്ന് ആക്കി കഴിച്ച് നോക്ക്. ഇത് കളയല്ലേ, ചേമ്പ് നമ്മുടെ വീടിന് മുറ്റത്തുണ്ടെങ്കിൽ വെറുതെ പറിച്ച് കളയരുത്. ഇതിൻ്റെ ഈ തണ്ട് അരിഞ്ഞ് തോരൻ വെക്കാൻ പറ്റും. നല്ല വഴുതനങ്ങ തോരൻ വെച്ച പോലെ ഉണ്ടാകും തണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. നല്ല ചേമ്പ, കറി വെക്കാൻ നല്ല ചേമ്പാണ് ഇത്.